സംസ്ഥാന കായികമേളയിൽ 38 വർഷത്തെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് സബ് ജൂനിയർ ഗേൾസിൽ വേഗറാണിയായി മാറിയ ദേവപ്രിയയ്ക്ക് വീടൊരുങ്ങുകയാണ്. കാൽവരി മൗണ്ടിലെ കൂട്ടക്കല്ലിലാണ് CPM ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും തറക്കല്ലിടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം ദേവപ്രിയ ചെരിയാണ്. എന്താണ് തോന്നുന്നത്? ഈ സമയത്ത് എന്താണ് പറയാൻ തോന്നുന്നത്? സന്തോഷമായി, വളരെ സന്തോഷമായി. രണ്ടുപേരിൽ ഒതുക്കുകയാണോ സന്തോഷം? എനിക്ക് നന്നായിട്ട് മത്സരിക്കാൻ പറ്റി. സാറ് കാരണമാണ് എനിക്ക് റെക്കോർഡ് എടുക്കാൻ പറ്റിയത്. സാറ് പറഞ്ഞായിരുന്നു റെക്കോർഡ് എടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് എടുത്ത് സാറിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചെടുത്ത് വളരെ സന്തോഷം. വീടിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നല്ലേ? മഴക്കാലങ്ങളിൽ വീട് ചോരുമായിരുന്നു. അപ്പം നല്ല വീട് വേണമെന്നായിരുന്നു. അത് സാധിച്ചു. ദേവപ്രിയയുടെ പിതാവാണ്. ഇപ്പോൾ CPM വീട് വെച്ച് നൽകുകയാണ്. എന്താണ് പറയുന്നത്? ഇവള് മത്സരത്തിൽ അന്ന് ഓടി ഞങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കണ്ട് ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നത് വറീസാവിനെയായിരുന്നു. വറീസാവിനെ വിളിച്ച് ഇപ്പോൾ അവിടെ കമ്മിറ്റി ആയതുകൊണ്ട് സഹാവിനെ എടുക്കാൻ സാധിച്ചില്ല. ഞാൻ റോമി സാവിനെ 2 തവണ തുടർച്ചയായി വിളിച്ച് ഈ സന്തോഷ വാർത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം നല്ല ഒരു നേട്ടമാണല്ലോ അവൾ കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് കമ്മിറ്റിയിൽ വെച്ച് ഫോൺ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് റോമി സാവ് മാറി നിന്നാണ് ഫോൺ എടുത്തിട്ട് വറീസാവിൻ്റെ ചെവിയിൽ ചെന്ന് പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ നിമിഷം തന്നെ പെട്ടെന്ന് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വറീസാവ് പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു വീടിൻ്റെ കാര്യം. അത് എന്തായാലും അത് സാക്ഷാത്കരിച്ചിരിക്കുന്ന തറക്കല്ലിട്ടു. CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും ഉണ്ട് നമ്മളോടൊപ്പം. എത്ര നാളുകൊണ്ട് വീടിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? എൻ്റെ ഒരു ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വരുന്നൊരു താമസം സ്വാഭാവികമായിട്ടും നല്ല വീടുണ്ടാക്കുമ്പോൾ ഒരു 3-4 മാസം എടുക്കും. ആ 3-4 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അതിനാവശ്യമായ ഫർണിച്ചറെല്ലാം DYFയുടെ ജില്ലാ കമ്മിറ്റി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വലിയ പിന്തുണയും സഹായം ഉണ്ടായിട്ടുണ്ട്. അവിടെ തീർച്ചയായും വളരെ വേഗം നമുക്ക് പൂർത്തിയാക്കാം. പിന്നെ ദേവപ്രിയയ്ക്ക് വീടില്ല എന്നുള്ളത് പറയുമ്പോൾ ഞാൻ വളരെ നിർധനമായ കുടുംബത്തിൽ ജനിച്ചു എന്നാണ്. എൻ്റെ ഒരു ബാല്യകാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം മഴയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ചാക്ക് പുതച്ച് കിടന്നിട്ടൊരു അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, വിദ്യാഭ്യാസം ചെയ്യുക, മാർഗ്ഗമില്ലാത്ത കുട്ടികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അതെൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും അതിനാവശ്യമായ പ്രചോദനം നൽകുന്നതിലും മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. ഈ ജില്ലയിലെയും കേരളത്തിലെ വിവിധ പ്രദേശത്തുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുടെ പിന്തുണയുണ്ട്. അത്തരം പിന്തുണയൊക്കെ ലഭിക്കുമ്പോൾ നമുക്ക് ഇത്തരം മാധ്യമപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. എന്തായാലും ദേവപ്രിയയ്ക്ക് ഇനി അടച്ചുറപ്പുള്ള മഴയത്ത് ചോരാത്ത വീട് ഒരുങ്ങുകയാണ്. അത് ഓടി നേടിയ ഒരു നേട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ദേവപ്രിയയ്ക്ക് എത്താൻ കഴിയട്ടെ എന്ന ആശംസ കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. സുമിത്രപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.